ഹലോ അസ്സലാമു അലൈക്കും. ഇത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ 6ാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. രാവിലെ പതിവ് പോലെ തന്നെ 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എണീക്കാൻ. എണീറ്റപ്പോൾ അവിടെ തന്നെ സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ താഴെ ഒരാൾ ഭയങ്കര കളിയിലാണ് കേട്ടോ. മാഷാ അല്ലാ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ എണീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വാഷ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മക്കളെ രണ്ടുപേരും വേഗം കുളിപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അത്താഴത്തിന് എടുത്തിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ മക്കൾക്ക് ഉച്ചക്കത്തേക്ക് കഴിക്കാൻ വേണ്ടി കഞ്ഞിയും കോളിഫ്ലവറൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ചെറുപയറുകറിയും ദോശയായിരുന്നു കേട്ടോ ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം വേഗം ജ്യൂസ് അടിക്കാനുള്ള പരിപാടികൾ നോക്കി. അവഗാഡോ ആയിരുന്നു കേട്ടോ ഇന്നലെ ജ്യൂസ് ഉണ്ടായിരുന്നത്. പിന്നെ കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. നമ്മൾ പൊരിച്ച കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പിന്നെ നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റങ്ങോട്ടും എല്ലാം ഒന്ന് നെസ്റ്റോ വരെ പോയതാണ്. കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നോമ്പിന് വേണ്ടി സ്പെഷ്യലായിട്ട് പർച്ചേസിംഗ് ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു. കാരണം ഓൾറെഡി സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിയുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടും ഒന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയപ്പോൾ ഒക്കെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ സോഹാറിലുള്ള നെസ്റ്റോ തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഇതാണ് കേട്ടോ കിച്ചൻ്റെ അവസ്ഥ. നോമ്പ് തുറന്ന പാടെ അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.